പ്രണയവസന്തം. രചയിതാവ് വിപിന ആനന്ദ്. ഭാഗം 6. ഇലഞ്ഞിക്കാടനിൽ എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കുകയായിരുന്നു. സമയം 9 മണിയായി കാണും. അപ്പോഴാണ് ഡോർബെല്ലിന്റെ ശബ്ദം കേട്ടത്. മോൻ എഴുന്നേൽക്കേണ്ട, അമ്മച്ചി പോയി നോക്കാം എന്നും പറഞ്ഞ് റോസ കൈ കഴുകി വാതിൽ തുറക്കാനായി പോയി. വാതിൽ തുറന്നു. പുറത്ത് 5-6 പോലീസുകാർ. അവരുടെ ദേഹമാസകലം ഒരു വിറയൽ അനുഭവപ്പെട്ടു. SI മഹേന്ദ്രൻ ചോദിച്ചു, ഇവിടെ ഇല്ലേ ഇലഞ്ഞിക്കാടൻ ലിബിൻ റോഷൻ? അവൻ റോസയ്ക്ക് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയായി. അപ്പോഴേക്കും ലിബിൻ റോഷൻ അവിടേക്ക് വന്നു. മുറ്റത്തെ പോലീസ് ജീപ്പും പോലീസുകാരെയും കണ്ട് അവൻ ഒന്ന് ഞെട്ടി. എന്താ സർ, എന്താ പ്രശ്നം? പ്രശ്നം അറിഞ്ഞാലേ നീ സ്റ്റേഷനിലേക്ക് വരൂ. അതെ എന്ന അർത്ഥത്തിൽ ലിബിൻ റോഷൻ തല പതിയെ ചലിപ്പിച്ചു. ദേവമംഗലത്ത് നിന്നും 2 ലക്ഷം രൂപയും 10 പവനും കാണാതായിരിക്കുന്നു. അതിന് ഈ ഇലഞ്ഞിക്കാട് എന്താ കാര്യം? ലിബിൻ റോഷൻ നെറ്റിച്ചുളിച്ചു. നിന്നെയാണ് അവർക്ക് സംശയം. എന്നെയോ? ഈ ഇലഞ്ഞിക്കാടൻ തറവാടിന്റെ ഏത് മുക്കിലും മൂലയിലും സാറിന് സെർച്ച് ചെയ്യാം. യെസ്, ഫോളോ മീ. അവർ എല്ലാ റൂമിലും അരിച്ചു പെറുക്കി. മോനെ, എന്താടാ ഇതിനൊക്കെ അർത്ഥം? അമ്മച്ചി സമാധാനിക്ക്. ഒന്നുമില്ല, ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് അമ്മച്ചിക്കറിയാമല്ലോ. SI മഹേന്ദ്രൻ കോണിപ്പടി കയറി ലിബിൻ റോഷന്റെ റൂമിലേക്ക് പോയി. കൂടെ 2 പോലീസുകാരും. അവർ കാണാതെ മഹേന്ദ്രൻ തൊണ്ടി മുതൽ ലിബിൻ റോഷന്റെ മേശയിൽ ഒളിപ്പിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ പത്മനാഭന് ആ പണം കണ്ടെത്തി. സാർ, ഇതാ തൊണ്ടി മുതൽ, തെളിവ് സഹിതം അവനെ പൊക്കണം. അവർ ചാടിയിറങ്ങി. എന്താ സാർ, വല്ലതും കിട്ടിയോ? പരിഹാസമായിരുന്നു ലിബിൻ റോഷന്റെ മുഖം നിറയെ. യു ആർ അണ്ടർ അറസ്റ്റ്. ലിബിൻ റോഷൻ നെറ്റിച്ചുളിച്ചു. എന്തിന്? അതറിഞ്ഞാലേ നീ വന്ന് ജീപ്പിൽ കയറുകയുള്ളൂ, റാസ്കൽ. SI മഹേന്ദ്രൻ ക്രോധത്താൽ കലിതുള്ളി അട്ടഹസിച്ചു. കോൺസ്റ്റബിൾ പത്മനാഭന്റെ കയ്യിലെ തുണ്ടിമുതൽ കണ്ട് ലിബിൻ റോഷൻ അന്തം വിട്ടു നിൽക്കുകയാണ്. പിടിച്ചു കയറ്റടാ ഈ നായിന്റെ മോനെ. മോനെ, എന്റെ പൊന്നു മോനെ. റോസ അലറിക്കരഞ്ഞു. മാറി നിൽക്ക്, കൈക്ക് പണിയാക്കി വെക്കാതെ. SI അലറി. ഇല്ല, ഞാൻ മോഷ്ടിക്കില്ല ആരുടെയൊന്നും. ചതിച്ചതാ എന്നെ ശേഖരമേനും മകളും. അറിഞ്ഞുകൊണ്ട് എന്നെ കള്ളനാക്കുന്നതാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ നീ നടക്ക് എന്നും പറഞ്ഞ് ലിബിൻ റോഷനെ പിടിച്ച് ഒറ്റ തള്ളായിരുന്നു മഹേന്ദ്രൻ. റോഷൻ തെറിച്ചു മുറ്റത്തേക്ക് വീണു. അവന്റെ ടീഷർട്ട് കുത്തിപ്പിടിച്ച് ജീപ്പിലേക്ക് തള്ളി മഹേന്ദ്രൻ. ജീപ്പ് കുതിച്ചു പാഞ്ഞു. റോസ തളർന്നിരുന്നു കൊണ്ട് അനുവിനോടായി പറഞ്ഞു, സർവനാശത്തിനും വേണ്ടി അവൻ ആ ദുർബുദ്ധി തോന്നിയല്ലോ മോളെ. അമ്മച്ചി, അമ്മച്ചി എന്തായി പറയുന്നത്? എന്റെ ഇച്ചായൻ അങ്ങനെ ചെയ്യില്ല. ഇച്ചായനെ ചതിച്ചതാണ് ശേഖരമേനോൻ, അല്ലാതെ എന്റെ ഇച്ചായൻ മോഷ്ടിക്കില്ല. മോളെ, എല്ലാ പാപകർമ്മത്തിന്റെയും ഫലം അനുഭവിക്കാനുള്ളത് സ്വയം അനുഭവിച്ചു തന്നെ തീർക്കണം. ബന്ധങ്ങൾക്ക് വിലയില്ല എന്ന് കരുതുന്ന ശേഖരമേനോന്റെ മുൻപിൽ ഞാൻ പോണോ? എന്റെ മോൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് അയാളുടെ കാലിൽ ഞാൻ വീഴണോ? അവർ കരഞ്ഞുപോയി. അമ്മച്ചി, ഇതെന്താ? അസ്വസ്ഥത വർദ്ധിക്കുമ്പോൾ ജീവിതത്തിൽ അർത്ഥമില്ല മോളെ. മരിക്കണമെന്ന് തോന്നുന്നു. എന്റെ പൊന്നു മോനെ അവന്മാർ ഇന്ന് അടിച്ച് ചതക്കും. അമ്മച്ചി സമാധാനിക്ക്. ഞാൻ വർക്കിച്ചായനെ വിളിക്കാം. ഇച്ചായൻ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. അനു അപ്പോൾ തന്നെ ഫോൺ എടുത്ത് വർക്കിയെ വിളിച്ചു. നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. അപ്പോഴും റോസിയുടെ മനസ്സ് നീറിപ്പുകയുകയായിരുന്നു. ഈ സമയം കനകമയമായ ദേവമംഗലം മണിമാളികയുടെ മുകളിൽ വിശാലമായ ഹാളിൽ ഉലാത്തുകയായിരുന്നു തൃഷ മേനോൻ. അപ്പോഴാണ് കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. അവൾ ഫോൺ എടുത്ത് വേഗം ചെവിയോട് ചേർത്തു. ഹലോ, ഞാൻ SI മഹേന്ദ്രനാണ്. എന്താ, പപ്പ പറഞ്ഞതുപോലെ ചെയ്തോ? 3 ലോകവും അവൻ കാണണം. അതെപ്പോഴേ കണ്ടു കഴിഞ്ഞു മോളെ. ഇനിയിപ്പോൾ ഒന്നും കാണാനില്ല. ഇലഞ്ഞിക്കാടൻ ലിബിൻ റോഷന്റെ ഉദയക്രിയകൾ ഈ SI മഹേന്ദ്രൻ തന്നെ നടത്തും. ഇനി അവൻ അഹങ്കാരത്തോടെ എന്റെ മുൻപിൽ വരരുത്. മോളുടെ മുൻപിലല്ല, അവനിനി ആരുടെ മുൻപിലും പോകില്ല. ആ ഉറപ്പ് ഞാൻ തരാം. ഓക്കെ, ഇനി പപ്പയുമായി സംസാരിച്ചാൽ മതി. ഓക്കെ മോളെ. തൃഷ ചിന്തിച്ചു. അവന്റെ അഹങ്കാരത്തിന് ഇന്ന് അവന് കിട്ടിക്കാണും. വേണം. എന്നെ അപമാനിച്ചതിന് അവൻ അത്രയ്ക്ക് അനുഭവിച്ചാൽ പോരാ, ഇനിയും അവൻ അനുഭവിക്കണം.
ഒടുവിൽ ഇലഞ്ഞിക്കാടൻ പട്ടിയെ പോലെ തൻ്റെ കാൽ കീഴിൽ. പക്ഷേ താൻ എന്താണ് ഇങ്ങനെയെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി. താൻ ഒരുപാട് മാറിയിരിക്കുന്നു. പപ്പയുടെ സ്വഭാവം അതുപോലെ ഇപ്പോൾ തന്നിലേക്കും പകർന്നു കിട്ടിയിരിക്കുന്നു. അമ്മയുടെ നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ തന്നിൽ നിന്നും എവിടെയോ പോയി മറിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. തൻ്റെ വാശി കാരണം ഇന്ന് ദ്രോഹിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണാണെന്ന് ഓർത്തപ്പോൾ അവൾക്ക് വല്ലായ്മ തോന്നി. അല്പനേരം മാത്രം അവനോടുള്ള പക വീണ്ടും നെഞ്ചിൽ കനലായി എരിയുന്നത് അറിഞ്ഞപ്പോൾ ഇലഞ്ഞിക്കാടിനെ പൂട്ടാനുള്ള പുതിയ പ്ലാൻ തൃഷ മനസ്സിൽ വരച്ചു കഴിഞ്ഞിരുന്നു. തുടരും.